സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ, വൃത്തവും ചതുർഭുജവും കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതിൻ്റെ ബാക്കി ചില ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. The two circles below intersect at P, Q. These are the points P and Q. And the lines through these points meet the circles AB, meet the circles at A, B, C, D. The lines AC and BD are not parallel. AC and BD are not parallel. Prove that if these lines are of equal length, AC ക്കും BD ക്കും ഒരേ ലെങ്ത് ആണെങ്കിൽ, then ABDC is a cyclic quadrilateral. ABDC is a cyclic quadrilateral എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇവിടെ ചിത്രത്തിലെ വൃത്തങ്ങൾ P, Q എന്നീ ബിന്ദുക്കളിൽ മുറിച്ച് കടക്കുന്നു. ഈ ബിന്ദുക്കളിലൂടെയുള്ള രണ്ട് വരകൾ വൃത്തങ്ങളുമായി, ഈ ബിന്ദുക്കളിലൂടെ രണ്ട് വരകൾ AC-യും BD-യും വരച്ചിട്ടുണ്ട്, വൃത്തങ്ങളുമായി കൂട്ടിമുട്ടുന്നു. അത് എയിലും ബിയിലും സിയിലും ഡിയിലുമാണ്. AC, BD എന്നീ വരകൾ സമാന്തരമല്ല എന്നുകൂടിയുണ്ട്. ഈ വരകൾക്ക് ഒരേ നീളമാണെങ്കിൽ, അതായത് AC ഈക്വൽ ടു BD ആണ് എങ്കിൽ ABDC ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കണം. അതായത് ഇതിൻ്റെ ചക്രീയ ചതുർഭുജം ആകണമെങ്കിൽ ഇതിൻ്റെ എതിർകോണുകൾ തമ്മിൽ കൂട്ടിയാൽ, അതായത് ആംഗിൾ ബിയും കോൺ സിയും തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 180 കിട്ടണം എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, നമുക്ക് കോൺ ബിയുടെ മെഷർമെൻറ്റ് അത് എക്സ് ആയിട്ട് നമുക്ക് എടുക്കാം. കോൺ ബി എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കുവാണ്. ഓക്കെ, കോൺ ബി എക്സ് ആയിട്ട് എടുത്താൽ ഈ AC-ക്കും BD-ക്കും ഒരേ നീളം ആയതുകൊണ്ട് ഇവിടെ നമുക്ക് PQ എന്ന് പറയുന്നത് ജോയിൻ ചെയ്യാം. പിയിൽ നിന്ന് ക്യൂയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ BQPA അല്ലെങ്കിൽ ABQP ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവും. ABQP ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, ABQP ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അത് നമുക്ക് എടുക്കാം. ABQP ഒരു ചക്രീയ ചതുർഭുജമാണ്. ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ABQP ഒരു ചക്രീയ ചതുർഭുജമാണ്. അത് എഴുതി വെക്കുക. ചക്രീയ ചതുർഭുജമായാൽ എതിർകോണുകൾ കൂട്ടിയാൽ 180 കിട്ടും. ആംഗിൾ കോൺ ബി എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ഇവിടുത്തെ ഈ കോൺ എന്ന് പറയുന്നത് കോൺ APQ ആണ്. therefore കോൺ APQ എന്ന് പറയുന്നത് 180 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ രണ്ട് കോണുകൾ തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇത് 180 മൈനസ് എക്സ് ആണ്. 180 മൈനസ് എക്സ് ആയിട്ട് നമുക്ക് എഴുതാം. ഇത് 180 മൈനസ് എക്സ് ആണ്. ഇത് 180 മൈനസ് എക്സ് ആയാൽ അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ ലീനിയർ പെയർ ആയിട്ടുള്ള ഈ കോൺ എന്ന് പറയുന്നത്, അനുപൂരകമായിട്ടുള്ള ഈ കോൺ എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഉടനെ നമുക്ക് അത് എഴുതാം. അത് CPQ ആണ്. therefore ആംഗിൾ CPQ എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. ഓക്കെ, ഈ CPQ എക്സ് ആണെങ്കിൽ ഇനി നോക്കേണ്ടത് PQDC ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. PQDC ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. PQDC ഒരു ചക്രീയ ചതുർഭുജമാണ്. അതുകൊണ്ട് അതിൻ്റെ എതിർകോണുകൾ കൂട്ടിയാൽ 180 കിട്ടും. അപ്പോൾ ഇവിടെ ഒരെണ്ണം P ആണ്. ഏതാണ്? ആംഗിൾ CPQ എക്സ് ആണ്. CPQ എക്സ് ആയാൽ therefore ആംഗിൾ QDC എന്ന് പറയുന്നത് 180 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 180 മൈനസ് എക്സ് ആണെന്ന് നമുക്ക് എഴുതാം. 180 മൈനസ് എക്സ് ആണ് ഇവിടുത്തെ ആംഗിൾ. 180 മൈനസ് എക്സ് ആണ്.
ഓക്കെ, ഇനി ഇതിൻ്റെ നീളം തുല്യമാണെന്നുള്ള കാര്യം എടുക്കുകയാണ്. ഇവിടെ എ സി നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട്, എ സിയും ബി ഡിയും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ, ഈ എയിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നതും എക്സ് തന്നെ ആയിരിക്കും. എയിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നതും എക്സ് തന്നെ ആയിരിക്കും. ആംഗിൾ എ എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് ഇതിലേക്ക് എഴുതിയാൽ ആംഗിൾ എ എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. ആംഗിൾ എ എക്സ് ആണ്. ആംഗിൾ ഡി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് 180 മൈനസ് എക്സ് ആണ്. ദെർഫോർ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് എത്ര കിട്ടും? 180 ഡിഗ്രി എന്ന് കിട്ടും. ഒന്നാമത്തെ കാര്യമായി. ഓക്കെ, ഇതേപോലെ നമുക്ക് ഇത് എക്സ് ആയാൽ നമുക്ക് ഇവിടെ അറിയാം ഇത് 180 മൈനസ് എക്സ് ആയാൽ അത് ഇതുപോലെ തന്നെ പറഞ്ഞാൽ അതിൽ ക്വാഡ്രിലാറ്ററൽ ആകുമ്പോൾ ഈ എ ബി ഡി സി ഒരു ക്വാഡ്രിലാറ്ററൽ ആണെന്ന് നമുക്കറിയാം. അതിൽ ഓപ്പോസിറ്റ് ആംഗിൾ സം ചെയ്തപ്പോൾ ഇപ്പോൾ 180 കിട്ടി. അങ്ങനെ ആയാൽ ദെർഫോർ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നതും 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ദെർഫോർ എ ബി ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കിട്ടും. ഓക്കെ, next one. In the picture, the circles on the left and right intersect the middle circle at P, Q, R, S. Okay. P, ഇതാണ് P, അടുത്തത് Q, അടുത്തത് R, then S intersect ചെയ്യുന്നു. The lines joining them meet the left and right circle at A, B, C, D. ഈ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അത് ലെഫ്റ്റ് സർക്കിളിനെ എയിലും റൈറ്റ് സർക്കിളിനെ സിയിലും കട്ട് ചെയ്യുന്നു. അതേപോലെ ലെഫ്റ്റ് സർക്കിളിന് ബിയിലും റൈറ്റ് സർക്കിളിന് ഡിയിലും കട്ട് ചെയ്യുന്നു. പ്രൂവ് ദാറ്റ് എ ബി ഡി സി, എ ബി ഈ ഇങ്ങേറ്റത്തെ പോയിന്റ് ഡിയും സി ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററാണെന്ന് പ്രൂവ് ചെയ്യണം. ചിത്രത്തിലെ ഇടതും വലതും വൃത്തങ്ങൾ നടുവിലെ വൃത്തത്തിനെ മുറിച്ചു കിടക്കുന്ന ബിന്ദുക്കളാണ് പിയും ക്യൂ ആർ എസ്. ഇവ യോജിപ്പിക്കുന്ന വരകൾ ഇടതും വലതും വൃത്തങ്ങളുമായി എ ബി സി ഡി എന്നീ ബിന്ദുക്കൾ കൂട്ടിമുട്ടുന്നു. എ ബി ഡി സി ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക. അതിനാൽ നമ്മളിപ്പോൾ ചെയ്ത ചോദ്യം പോലെ തന്നെയാണ്. ഇതിനെ നമുക്ക് ക്യൂമായിട്ട് ജോയിൻ ചെയ്യാം, ആറിനെ എസുമായിട്ടും ജോയിൻ ചെയ്യാം. ഓക്കെ, ഇത് നേരത്തെ ചെയ്ത പോലെയാണ്. ഇത് എക്സ് ആയിട്ട് എടുക്കുക. ഇത് എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് സൈക്കിൾ ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ഇത് 180 മൈനസ് എക്സ് ആയിരിക്കും. ഇനി ഇത് ലീനിയർ പെയർ ആയതുകൊണ്ട് ഇത് 180 മൈനസ് എക്സ് ആയാൽ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. ഇനി പി ക്യു എസ് ആർ ഒരു സൈക്കിൾ ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾ സം ചെയ്താൽ 180 ആണ്. ഇത് എക്സ് ആയാൽ ഇത് 180 മൈനസ് എക്സ് ആവും. ഇത് ലീനിയർ പെയർ ആയതുകൊണ്ട് ഇവിടുത്തെ ആംഗിൾ എക്സ് ആവും. അങ്ങനെയാണെങ്കിൽ ഇത് സൈക്കിൾ ക്വാഡ്രിലാറ്ററൽ ആണ്. ഏതാ? എസ് ഡി സി ആർ അല്ലെങ്കിൽ ആർ എസ് ഡി സി ഒരു സൈക്കിൾ ക്വാഡ്രിലാറ്ററൽ ആണ്. ഇത് എക്സ് ആയാൽ ഇത് 180 മൈനസ് എക്സ് ആവും. ഓക്കെ, അപ്പോൾ ഇത് എക്സ് ആവുമ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾ 180 മൈനസ് എക്സ് ആണ്. ആഡ് ചെയ്താൽ 180 കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ആൻസർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങുന്നത് ആംഗിൾ ബി. ലെറ്റ് ആംഗിൾ ബി എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കുന്നു. ഇനി സൈക്കിൾ ക്വാഡ്രിലാറ്ററൽ ആണ്. എ ബി ക്യു പി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. എ ബി ക്യു പി ഒരു ചക്രീയ ചതുർഭുജമാണ്. ദെയർഫോർ ഉടനെ എന്തെഴുതാം? ആംഗിൾ എ പി ക്യു ഈസ് ഈക്വൽ ടു 180 മൈനസ് എക്സ് ആണെന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന അടുത്ത ആംഗിൾ ക്യു പി ആർ. ദെയർഫോർ ആംഗിൾ ക്യു പി ആർ എന്ന് പറയുന്നത് എക്സ് ആണെന്ന് എടുക്കാം. ഓക്കെ, ഇനി അടുത്ത് എഴുതേണ്ടത് പി ക്യു എസ് ആർ ഒരു സൈക്കിൾ ക്വാഡ്രിലാറ്ററൽ ആണ്. പി ക്യു എസ് ആർ ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, അപ്പോൾ ഇത് എക്സ് ആയാൽ ഓപ്പോസിറ്റ് ആംഗിൾ ദെയർഫോർ ക്യു എസ് ആർ ആംഗിൾ
ക്യു എസ് ആർ ഈസ് ഈക്വൽ ടു 180 മൈനസ് എക്സ് ആണ്. അതിനോട് ചേർന്ന് കിടക്കുന്നത് ഇതാണ്. ദെർഫോർ ആംഗിൾ ആർ എസ് ഡി, ദെർഫോർ ആംഗിൾ ആർ എസ് ഡി എന്ന് പറയുന്നത് എക്സ് ആവും. ഓക്കെ, ഇനി അടുത്ത് എഴുതേണ്ടത് ആർ എസ് ഡി സി. ആർ എസ് ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം എക്സ് ആയാൽ അതിൽ ആർ എസ് ഡി എക്സ് ആയാൽ ദെർഫോർ ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 മൈനസ് എക്സ് ആണ്. നമ്മൾ തുടങ്ങിയത് ആംഗിൾ ബിയിൽ നിന്നാണ്, അതിവിടെ കൊടുക്കുന്നു. ആംഗിൾ ബി എന്ന് പറയുന്നത് എക്സ് ആണ്. ദെർഫോർ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് 180 ആകും. ഇതേപോലെ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നതും എത്രയാവും? 180 ഡിഗ്രി ആവും. ദെർഫോർ എ ബി ഡി സി ഒരു ചക്രീയ ചതുർഭുജമാണ്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, PQRS is cyclic, that is PQRS is a cyclic quadrilateral, a cyclic quadrilateral PQRS. Okay, PQRS റഫ് ആയിട്ടൊരു ഫിഗർ വരയ്ക്കുവാണ്. PQRS, all the vertices are on a circle. PQRS ഒരു ചക്രീയ ചതുർഭുജമാണ്, അല്ലെങ്കിൽ PQRS ചക്രീയമാണ്, അങ്ങനെയും പറയാം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ എന്ന് പറയുന്നത് ആംഗിൾ, ദെർഫോർ PQRS ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. PQRS ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, PQRS ചക്രീയമാണ്. ദെർഫോർ ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ എന്ന് പറയുന്നത് 180 ആണ്, 180 ഡിഗ്രിയാണ്. ആംഗിൾ പിയുടെ വാല്യൂ 3x ആണെന്നാണ് പ്രോബ്ലത്തിൽ. 3x പ്ലസ് ആംഗിൾ ആർ എന്ന് പറയുന്നത് എക്സ് ആണ്, അത് 180 ആവും. അപ്പോൾ 4xൻ്റെ വാല്യൂ 180 ആവും. എക്സിൻ്റെ വാല്യൂ 180 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദെർഫോർ ആംഗിൾ പി ഈസ് ഈക്വൽ ടു 3x എന്ന് കിട്ടും. ദറ്റ് ഈസ് 3 × 45 ഈസ് ഈക്വൽ ടു 135 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. ആംഗിൾ പി 3x ആണ്. 3 × എക്സിൻ്റെ വാല്യൂ 45 കൊടുക്കുന്നു. 45 × 3 135. ഇനി അതുപോലെ ആംഗിൾ ആർ എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലേ. ആംഗിൾ ആർ എക്സ് ആണ്, അത് 45 ഡിഗ്രിയാണ്. അത് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, അടുത്തത് ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂവും എസും കൂടി ആഡ് ചെയ്താൽ ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ എസ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് y ആണ്, ആംഗിൾ എസ് എന്ന് പറയുന്നത് 5y ആണ്, അത് 180 ആവും. 5yയും y കൂടി ആകുമ്പോൾ 6y 180 ആവും. yയുടെ വാല്യൂ 180/6 30 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ദെർഫോർ ആംഗിൾ ക്യൂ ഈക്വൽ ടു y അല്ലേ, അത് 30 ഡിഗ്രിയാണ്. ആംഗിൾ അടുത്തതാണ് ആംഗിൾ ക്യൂ കഴിഞ്ഞാൽ ആംഗിൾ എസ് ആണ്. ആംഗിൾ എസ് 5y ആണ്, ദറ്റ് ഈസ് 5 × 30 150 ഡിഗ്രി എന്ന് കിട്ടും. ഇവിടെ ആംഗിൾ എസ് എന്നുണ്ട്. ഓക്കെ, ഇൻ ദ ഫിഗർ O is the center of the circle and angle AYB equal to 100. Angle AYB is equal to 100 degree. Okay, find angle AXB. Therefore angle AXB is equal to 180 minus 100 ആണ്, അത് 80 ഡിഗ്രി എന്ന് കിട്ടും. ഇത് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആണ്. ഒരു ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർകോണുകളാണ്. അപ്പോൾ കൂട്ടുമ്പോൾ 180 കിട്ടണം. AXB 80 ആണ്. അങ്ങനെയാണെങ്കിൽ AOB എന്ന് പറയുന്നത് ഇത് സെൻട്രൽ ആംഗിളാണ്. AOB എന്ന് പറയുന്ന ഈ ആംഗിളുടെ പ്രത്യേകത അറിയാം. ഈ AXBയുടെ ഡബിൾ ആയിരിക്കും ഇവിടെ.
Therefore angle AOB. Therefore angle AOB is equal to 2 into angle AXB. That is 2 into 80, which is equal to 160 degree. Okay. In the figure, O is the center of the circle and angle AXB is equal to 130 degree. That is marked in this figure. Angle AXB, കോൺ AXB 130 ആണ്. അങ്ങനെയാണെങ്കിൽ കോൺ AYB എന്ന് പറയുന്നത്, therefore കോൺ AYB, angle AYB is equal to 180 minus 130, that is equal to 50 degree എന്ന് കിട്ടും. കാരണം അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾ സമ്മ് 180 ആവണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്, ഈ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ AOB, therefore angle AOB is equal to 2 into angle AYB, that is 2 into 50 is equal to 100 degree. Okay. In the figure, PQR and S are the points on the circle with the center O. Angle ROS, that is a central angle of this arc RS. Central angle കേന്ദ്ര കോണ് 80 ഡിഗ്രി ആണ്. ROS 80 ഡിഗ്രി ആണ്. കോൺ QSR, angle QSR എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ട് ദ ഫോളോയിങ് ആംഗിൾസ്, ഈ 4 ആംഗിളുകൾ നമുക്ക് കാണണം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നത് അതിൻ്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ബന്ധം പകുതിയാണെന്നുള്ള കാര്യം. മറുചാപത്തിൽ എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിരിക്കും കേന്ദ്രത്തിൽ എത്രയാണോ മറുചാപത്തിൽ അതിൻ്റെ പകുതിയായിരിക്കും. ഈ ഒരു കാര്യം നമുക്ക് ഇവിടെ ആദ്യം ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഒരു ത്രികോണത്തിൻ്റെ പ്രോപ്പർട്ടി, 2 കോണുകൾ തുല്യമാണെങ്കിൽ 2 ആംഗിൾ സെയിം ആണെന്നുള്ള കാര്യം നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അതിനാദ്യം ട്രയാങ്കിൾ ORS എടുക്കുക. ത്രികോണം ORS ഇൻ ട്രയാങ്കിൾ ORS, ത്രികോണം ORSൽ ROS 80 ഡിഗ്രിയാണ്. കോൺ ROS എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് ഗിവൺ ഇൻ ദി പ്രോബ്ലം. നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 80 ഡിഗ്രിയാണ്. ഇനി ഈ ORഉം OSഉം ഈക്വൽ ആണ്. OR എന്ന് പറയുന്നതും OS എന്ന് പറയുന്നതും തുല്യമാണ്. കാരണം അത് ആരമായതുകൊണ്ട് OR OS തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ Rലും Sലും ഉണ്ടാകുന്ന കോണുകൾ തുല്യമായിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന കോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ ഒരെണ്ണം 80 ആവുമ്പോൾ പകുതി മിച്ചമുള്ള 180യിൽ നിന്ന് 80 കളഞ്ഞിട്ടുള്ള പകുതി ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 180യിൽ നിന്ന് 80 പോയാൽ മിച്ചം 100 ആണ്. അത് 50-50 ആയിട്ട് ഇവിടെ ഭാഗിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെയും 50 വരും, ഇവിടെയും 50 ആണ്. ടോട്ടൽ 50 വരും. അപ്പോൾ ഈ ചെറുത് നമുക്ക് 20 എന്ന് എടുക്കാം. അതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ ORS അല്ലെങ്കിൽ ORS, therefore ആംഗിൾ ORSഉം അതേപോലെ ആംഗിൾ OSRഉം 180യിൽ നിന്നും 80 കുറച്ച് പകുതി എടുക്കുന്നതാണ്. എത്ര കിട്ടും? 50 ഡിഗ്രി. 100/2 50 ഡിഗ്രി എന്ന് വരും രണ്ടും. ഓക്കെ, അപ്പോൾ ആംഗിൾ ORS എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. ഇവിടെ 50 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, 50 ഡിഗ്രിയാണ്. ഇവിടെ 30 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് 20 ആകും. ഇത് 20 ആവും, ഇത് 50 ആണ്. ഓക്കെ, ഇത് 20 ആവും. അതാണ് therefore ആംഗിൾ OSQ, ഇതാണ് ആദ്യത്തത്, 20 ഡിഗ്രി എന്ന് കിട്ടും. therefore ആംഗിൾ OSQ ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ കാര്യമായി. ഇനി വേണ്ടത് ആംഗിൾ P ആണ്. ആംഗിൾ P കാണുന്നതിന് നമുക്ക് ഈ സെൻട്രലുണ്ടാകുന്ന ആംഗിൾ അറിയണം. അപ്പോൾ ഇത് ഈ QOR എന്ന് പറയുന്നത് അതിൻ്റെ എൻഡ് പോയിന്റ്, QOR എന്ന് പറയുന്ന ഈ ആർക്ക് ഏതാണോ ആർക്ക്, QR എന്ന് പറയുന്ന ഈ ചെറിയ ആർക്കാണ്. അതിൻ്റെ എൻഡ് പോയിന്റ് Qഉം Rഉം ആണ്. അത് സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുന്ന ആംഗിളാണ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി QRൻ്റെ മറുചാപം എന്ന് പറയുന്നത് ഈ വലിയ ചാപമാണ്. അവിടെ എൻഡ് പോയിന്റ് Qഉം Rഉം ആണ്. ആ മറുചാപത്തിൽ ഇവിടെ ഒരു കോൺ ഉണ്ടായിട്ടുണ്ട്. Qഉം Rഉം എൻഡ് പോയിന്റ് വരുന്ന ഒരു കോൺ ഇവിടെ
ഫോം ചെയ്തിട്ടുണ്ട്, അത് 30 ഡിഗ്രിയാണ്. ഇവ തമ്മിൽ കണക്ഷൻ ഉണ്ട്, ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ എന്നുള്ളത്. അപ്പോൾ കോൺ ക്യു എസ് ആർ, ആംഗിൾ ക്യു എസ് ആർ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ദെയർഫോർ ആംഗിൾ ക്യു ഒ ആർ എന്ന് പറയുന്നത് 2 ഇൻറ്റു ആംഗിൾ ക്യു എസ് ആർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 30 എന്ന് വരും, 60 ഡിഗ്രി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 60 ആണ്. ഓക്കെ, ആംഗിൾ ക്യു ഒ ആർ. അങ്ങനെയാണെങ്കിൽ ക്യു ഒ എസ് എന്ന് പറയുന്നത്, ദെയർഫോർ ആംഗിൾ ക്യു ഒ എസ്, ദെയർഫോർ ആംഗിൾ ക്യു ഒ എസ് എന്ന് പറയുന്നത് 60 പ്ലസ് 80, 140 എന്ന് വരും. ഓക്കെ, അതിൻ്റെ പകുതി ആയിരിക്കുമല്ലോ ആംഗിൾ പി. ദെയർഫോർ ആംഗിൾ പി ഈസ് ഈക്വൽ ടു 140ൻ്റെ പകുതിയാണ്, അത് 70 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ പി 70 ആണ്. ഇനി വേണ്ടത് ആംഗിൾ എസ് ക്യു ആർ ആണ്. ഏതാണ് എസ് ക്യു ആർ? എസ് പിന്നെ ക്യു ആർ എന്ന് പറയുന്ന ഈ ആംഗിളാണ് നമുക്ക് വേണ്ടത്. ഈ ആംഗിളാണ് വേണ്ടത്. അതിന് ഈ എസ് ക്യു ആറിലെ എസ് ക്യു ആർ എന്ന് പറയുന്നത് എസ് ആർ എന്ന് പറയുന്ന ഈ ആർക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ എസ് ആർ എന്ന് പറയുന്ന ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ 40 ആണ്. കാരണം എസ് ആറിൻ്റെ എൻഡ് പോയിൻ്റ് ആറും എസും ആണ്. ആ എൻഡ് പോയിന്റിൽ നിന്നും കേന്ദ്രത്തിലേക്ക് യോജിപ്പിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ കോണെന്ന് പറയുന്നത് 80 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എസ് ആർ ഒഴികെയുള്ള വൃത്തത്തിൻ്റെ ഭാഗത്ത് ഒരു ആംഗിൾ ഉണ്ടാക്കിയാൽ അത് ആംഗിളാണ് എസ് ക്യു ആർ എന്ന് പറയുന്നത്. അത് ഈ 80ൻ്റെ പകുതി ആയിരിക്കും. ദെയർഫോർ ആംഗിൾ എസ് ക്യു ആർ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ആംഗിൾ എസ് ഒ ആർ ആണ്. അതായത് 80ൻ്റെ പകുതിയാണ് 40 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇത് 40 ഡിഗ്രിയാണ്. ഓക്കെ, അടുത്തത് ക്യു ഒ ആർ വേണം. എന്താണ് ക്യു ഒ ആർ? ക്യു ഒ ആർ എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു കഴിഞ്ഞു അല്ലേ. ക്യു ഒ ആർ 60 ഡിഗ്രിയാണ്. ക്യു ഒ ആർ 60 ഡിഗ്രിയാണ്. ഓക്കെ, ഇങ്ങനെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇൻ ദ ഫിഗർ എ ബി ആൻഡ് സി ഡി ആർ ഡയമീറ്റേഴ്സ് ഓഫ് ദി സർക്കിൾ. ചിത്രത്തിൽ എ ബിയും സി ഡിയും വൃത്തത്തിൻ്റെ വ്യാസങ്ങളാണ്. ഓക്കെ, ഇത് പബ്ലിക് എക്സാമിന്, നമ്മുടെ SSLC പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓൾസോ എ സി ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. എ സി 4 സെൻറ്റിമീറ്ററും ആംഗിൾ എ സി എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്ററാണ്. ഇവിടെ എ സി എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈൻ ഉണ്ട്, 4 സെൻറ്റിമീറ്ററാണ്. ആംഗിൾ ഡി പി ബി, ആംഗിൾ ഡി പി ബി, ഇതാ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ, ഇവിടെ ഉണ്ടാകുന്ന ആംഗിള് 45 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 45 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി ക്യൂ ബി കാണണം. ഡി ക്യൂ ബി കാണണം, അതായത് ഈ ആംഗിൾ കാണണം. അതിന് നമുക്കത് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. കാരണം എന്താണ്, ഡി പി ബി ക്യൂ എന്ന് പറയുന്നത് ഈ ഡി പി ബി ക്യൂ, ഡി സർക്കിളിലാണ്, പി എന്ന് പറയുന്ന വൃത്തത്തിലാണ്, ബി എന്ന് പറയുന്ന വൃത്തത്തിലാണ്, ക്യൂ എന്ന് പറയുന്ന വൃത്തത്തിലാണ്. അപ്പോൾ ഡി പി ബി ക്യൂ ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ഒരു ചക്രീയ ചതുർഭുജമാണ്. അതുകൊണ്ട് ആംഗിൾ പിയും ആംഗിൾ ഡി പി ബിയും ആംഗിൾ ഡി പി ബി പ്ലസ് ആംഗിൾ ഡി ക്യൂ ബി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ഡി പി ബി 45 ആണ്. 45 പ്ലസ് ആംഗിൾ ഡി ക്യൂ ബി എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ ആംഗിൾ ഡി ക്യൂ ബി എന്ന് പറയുന്നത് 180 മൈനസ് 45 കിട്ടും, 135 ഡിഗ്രി എന്ന് കിട്ടും. ഇതാണ് ഒന്നാമത്തെ ആൻസർ. ഒന്നാമത്തെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. അടുത്തത് രണ്ടാമത്തത് ഇവിടെ ആംഗിൾ പി 45 ആവുമ്പോൾ ആംഗിൾ ഡി ഒ ബി എന്ന് പറയുന്നത് ആംഗിൾ ഡി പി ബി ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി ആയാൽ കോൺ ഡി ഒ ബി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇരട്ടിയാണ്, 2 ഇൻറ്റു 45 ആണ്, 90 എന്നാവും. ഓക്കെ, ഇത് 90 ആയാൽ ഇവിടെയും 90 ആകും. അതായത് ത്രികോണം എ ഒ സി ഒരു മട്ടത്രികോണമാവും. Therefore ത്രികോണം എ ഒ സി ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. AOC ഒരു മട്ടത്രികോണമാണ്.
അങ്ങനെയാണെങ്കിൽ ഒ എയുടെ വർഗവും ഒ സിയുടെ വർഗവും കൂടി കൂട്ടിയാൽ എ സിയുടെ വർഗം കിട്ടും. ദെർഫോർ ഒ എയുടെ വർഗവും ഒ സിയുടെ വർഗവും കൂടി കൂട്ടിയാൽ എ സിയുടെ സ്ക്വയർ കിട്ടും. ഒ എന്ന് പറയുന്നത് റേഡിയസ് ആണ്, ആരമാണ്. ഒ സി എന്ന് പറയുന്നത് ആരമാണ്. എ സി എന്ന് പറയുന്നത് 4 4 സ്ക്വയർ എന്നാവും. അപ്പോൾ 2r സ്ക്വയർ = 16 എന്നാവും. റേഡിയസിൻ്റെ സ്ക്വയർ 16/2 എന്ന് കിട്ടും, 8 എന്നാവും. അപ്പോൾ ആരം എന്ന് പറയുന്നത് √8 എന്നാണ്. √8നെ നമുക്ക് √4 × 2 എന്ന് എഴുതാം. 4ൻ്റെ സ്ക്വയർ റൂട്ട് 2 മിച്ചം √2 ഉണ്ട്. 2√2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ആരം. ഓക്കെ. F9. ABCD is a cyclic quadrilateral. ABCD ഒരു ചക്രീയ ചതുർഭുജമാണ്. Whose sides AB is the diameter of the circle through ABCD. AB എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ വ്യാസമാണ്. ഓക്കെ. അപ്പോൾ ABCD ഒരു ചക്രീയ ചതുർഭുജമാണ്. AB വൃത്തത്തിൻ്റെ വ്യാസമാണ്. കോൺ ADC 130 ആണ്. കോൺ ADC ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കോൺ ADC എന്ന് പറയുന്നത് 130 ഡിഗ്രിയാണ്. ഓക്കെ. ABCD ചക്രീയമായതുകൊണ്ട്, ABCD ഒരു ചക്രീയ ചതുർഭുജമായതുകൊണ്ട് ഈ കോൺ ബി കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിയാൽ, അല്ലെങ്കിൽ ഇത് തമ്മിൽ പരസ്പരം ആഡ് ചെയ്താൽ, കോൺ ഡി പ്ലസ് കോൺ ബി എന്ന് പറയുന്നത് 180 ആകണം. ഈ ഡി തന്നെയാണിത്. ADC എന്ന് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ, ഡി തന്നെയാണ്. അതായത് 130 പ്ലസ് കോൺ ബി എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ കോൺ ബിയുടെ വാല്യൂ 180 മൈനസ് 130, 180 മൈനസ് 130 50 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 50 ഡിഗ്രിയാണ്. ഇവിടെ 50 ഡിഗ്രിയാണ്. ഓക്കെ. ഇനി ഇത് വ്യാസമായതുകൊണ്ട് ഈ ACB എന്ന് പറയുന്ന കോൺ നമുക്കറിയാം, അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി ആയിരിക്കും. AB വ്യാസമായതിനാൽ AB, since AB is the diameter, AB വ്യാസമായതിനാൽ ആംഗിൾ ACB, കോൺ ACB എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. എന്താണ് കാരണം? അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കാണാമല്ലോ. ദെർഫോർ അപ്പോൾ ഇത് 90 ആണ്. അങ്ങനെയാണെങ്കിൽ CAB BAC, ദെർഫോർ കോൺ BAC കാണാൻ 180 നിന്നും 50 പ്ലസ് 90 മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് 180 മൈനസ് 140, 40 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ. ചിത്രത്തിൽ ഒരു ഹെക്സഗൺ ആണ് തന്നിരിക്കുന്നത്. എന്താണ് ഹെക്സഗൺ? 6 വശമുള്ള ഒരു ബഹുഭുജം. ഓക്കെ. ഷഡ്ഭുജം ആണ്. ABCDEF. അവിടെ കുറച്ച് കോണുകളൊക്കെ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദ്യം ഇതിലെല്ലാ കോണും കാണണം. അതായത് കോൺ A എന്ന് പറയുന്നത് ഇത് മുഴുവൻ എത്രയാണ്, കോൺ B ഇത് മുഴുവൻ എത്രയാണ്, കോൺ C മുഴുവൻ എത്രയാണ്, കോൺ D, അതുപോലെ കോൺ E, കോൺ F. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ആദ്യം എഴുതി വെച്ചിട്ട് അതിനകത്തുനിന്ന് നമുക്ക് കിട്ടാവുന്നതൊക്കെ നമുക്ക് കോണുകൾ എഴുതാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു ആർക്കിൻ്റെ എൻഡ് പോയിന്റ് നോക്കിയാൽ മതി. ഈ ആർക്കിൻ്റെ എൻഡ് പോയിന്റ് ഇപ്പോൾ എയും ബിയും എൻഡ് പോയിന്റ് ആയിട്ട് ഒരു ആർക്ക് എടുത്തു കഴിഞ്ഞാൽ ആ എൻഡ് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് ഫോം ചെയ്യുന്ന ആംഗിൾ നോക്കിയാൽ മതി. ഇപ്പോൾ എയിൽ നിന്നും ബിയിൽ നിന്നും പോകുന്ന വരകൾ നോക്കിയാൽ മതി. എയിൽ നിന്ന് പോകുന്ന വര ഇവിടെ ഡിയിൽ വരുന്നുണ്ട്, അത് തിരിച്ച് ബിയിൽ വരുന്നുണ്ട്. ഓക്കെ. വേറെ എയിൽ നിന്നും പോകുന്നത് സിയിൽ എത്തുന്നുണ്ട്, അത് തിരിച്ച് ബിയിൽ വരുന്നുണ്ട്. 35 ആണ്. അപ്പോൾ ഇത് രണ്ട് സെയിം ആയിരിക്കും. അതാണ് കാര്യം. അപ്പോൾ ആംഗിൾ ADB, ആംഗിൾ ADB ഈസ് ഈക്വൽ ടു ആംഗിൾ ACB. ആംഗിൾ ACB അത് രണ്ടും 35 ഡിഗ്രിയാണ്. കാരണം ഇതും 35 ആണ്, അപ്പോൾ ഇതും 35 ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതവിടെ എഴുതാം നമുക്ക്. 35 എന്ന് ഇവിടെ 35 എന്ന് കിട്ടും. അപ്പോൾ എയും വേറെ ഉണ്ടോ? വേറെ ഇല്ല. എയിലും ബിയിലും വരുന്ന എൻഡ് പോയിന്റ് വരുന്നത് അടുത്തത് ഇല്ല, വേറൊന്നുമില്ല. അപ്പോൾ AB കഴിഞ്ഞു. അടുത്തത് BC എടുക്കുവാണ്. BC
ബി സി എൻഡ് പോയിന്റ് ആയിട്ട് വരുന്ന ബിയിൽ നിന്നും സിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ആംഗിൾ ബി എ സി ആണ്, പിന്നെ ബി ഡി സി ആണ്. രണ്ട് സെയിം ആയിരിക്കും. ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഡി സി. ഏതാണ്? ബി എ സി എന്ന് പറയുന്നത് 40 അത് തന്നെ ആയിരിക്കും ബി ഡി സി എന്ന് പറയുന്നത്. അതും 40 തന്നെ ആയിരിക്കും. 40. അപ്പോൾ അതായി 40 അപ്പോൾ ബി സി ആയി. അടുത്തത് സി ഡി എടുത്താൽ സിയിൽ നിന്നും ഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സി എ ഡി ഉണ്ട്, പിന്നെ വേറൊന്നുമില്ല. അപ്പോൾ അതെടുത്തിട്ട് കാര്യമില്ല. സി എ ഡി ഉണ്ട്, സി എ ഡി ഉള്ളൂ, അതിനെക്കുറിച്ച് പിന്നെ വേറെ ഒന്നും സിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അടുത്തത് ഡി ഇ എടുത്താൽ ഡി ഇയിൽ നിന്ന് ഇ എ ഡി എന്ന് പറയുന്ന ആംഗിളാണ്, വേറെ ആംഗിളൊന്നും അവിടെ ഇല്ല, അപ്പോൾ അതില്ല. അടുത്തത് ഇ എഫ് ആണ്. ഇ എഫിൽ ഒരെണ്ണം എഫ് എ ഇയും എഫ് ഡി ഇയും ഉണ്ട്. ആംഗിൾ എഫ് എ ഇയും ആംഗിൾ എഫ് ഡി ഇയും ഉണ്ട്. എഫ് എ ഇ എന്ന് പറയുന്നതും എഫ് ഡി ഇയും 35 ആണ്. അപ്പോൾ ഇവിടെയും 35 ആയിരിക്കും. ഇത് രണ്ടും 35 ആണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളായി. ഇനി നമുക്ക് മറ്റ് ആർക്കുകൾ എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ മറ്റ് ആർക്കുകൾ എന്ന് പറയുമ്പോൾ നോക്കൂ, എയും ഡിയും എൻഡ് പോയിന്റ് ആയിട്ട് എടുക്കൂ. എയും ഡിയും എൻഡ് പോയിന്റ് ആയിട്ട് എടുത്താൽ അവിടെ ഒരെണ്ണം എ ബി ഡി ഉണ്ട്. ആംഗിൾ എ ബി ഡി അത് 62 ആണ്. അതേ എയും ഡിയും തന്നെ എൻഡ് പോയിന്റ് ആയിട്ട് വരുന്നത് ആർക്കിൽ വരുന്നത് എ സി ഡി ഉണ്ട്. ആംഗിൾ എ സി ഡി ആണ്, അത് 62 ഡിഗ്രിയാണ്. അപ്പോൾ രണ്ടും 62 ആവും. ഇവിടെയും 62 ഡിഗ്രി എന്ന് കിട്ടും. 62. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ ഇവിടെ 62 ആയി. നോക്കിനി അടുത്ത ആംഗിൾ വേണ്ടത് ഇവിടുത്തെ ഈ ചെറിയ ആംഗിൾ കിട്ടണം. അപ്പോൾ ചെറിയ ആംഗിൾ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ആംഗിൾ എ ഇ എഫ് എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. അതേപോലെ എ ഡി എഫും ഉണ്ട്. ആംഗിൾ എ ഡി എഫും ഉണ്ട്. രണ്ടും 40 ഡിഗ്രി ആവും. എ ഡി എഫ് ഇവിടെയും 40 ഡിഗ്രിയാണ്. ഓക്കെ, ആംഗിൾ ഇ എഫ് ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ഇ എ ഡി. നോക്കൂ, ഇ എഫ് ഡി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇ എ ഡി എന്ന് പറയുന്നതും 30 ഡിഗ്രി ആവും. രണ്ടും 30 ഡിഗ്രി ആവും. ഓക്കെ, നൗ ഇൻ ട്രയാങ്കിൾ എ സി ഡി എടുക്കുക. ട്രയാങ്കിൾ എ സി ഡിയിലെ രണ്ട് കോണുകൾ നമുക്കറിയാം. ഒരെണ്ണം 35 + 40 ഒരെണ്ണം 62 ആണ്. അപ്പോൾ നമുക്കിത് കാണാം. ഓക്കെ, ആംഗിൾ ഡി എ സി കോൺ ഡി എ സി കാണാനായിട്ട് 180 നിന്നും ഈ കോണുകൾ കുറച്ചാൽ മതി. അതായത് 35 40 കൂടി ആകുമ്പോൾ 35 + 40 + 62 അത് കുറച്ചാൽ മതി. ഓക്കെ, 35 + 40 ആണ് ഈ ഒരു ആംഗിൾ ഡി എന്ന് പറയുന്ന ആംഗിൾ. ഇവിടെ 62 ആണ്. 35 + 40 62 മൈനസ് ചെയ്യുക. അപ്പോൾ 180 മൈനസ് 35 40 എത്ര കിട്ടും? 75 60. 62 ആണ് അല്ലേ? 137. അപ്പോൾ 43 എന്ന് വരും. ഇത് 43 ആണ്. ഓക്കെ, ഇനി അതേപോലെ ട്രയാങ്കിൾ എ എഫ് ഡി എടുത്താൽ ത്രികോണം ഇൻ ട്രയാങ്കിൾ എ എഫ് ഡി. എ എഫ് ഡി നോക്കൂ, എ എഫ് ഡി ആണ്. അതിൽ ആംഗിൾ എ എന്ന് പറയുന്നത് ത്രികോണത്തിലെ കോൺ 35 + 30 ഇവിടുത്തെ 40 ആണ്. അത് 180 നിന്ന് കുറച്ചാൽ ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ കോൺ എ എഫ് ഡി കാണാൻ
180 നിന്ന് 35 പ്ലസ് 30 പ്ലസ് 40 മൈനസ് ചെയ്യാം. അപ്പോൾ 180 മൈനസ് 105, അപ്പോൾ 75 എന്ന് കിട്ടും. അപ്പോൾ ഇത് 75ആണ്. ഇത് 75 ആയാൽ AFD 75 ആയാൽ AED എന്നും 75 കിട്ടും. ദെയർഫോർ കോൺ AED ഈസ് ഈക്വൽ ടു 75 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഓരോന്നും പറയൂ നോക്കാം. ആദ്യം ആംഗിൾ A എഴുതാം. ദെയർഫോർ ആംഗിൾ A ഈസ് ഈക്വൽ ടു, ആംഗിൾ A കാണാൻ 40 പ്ലസ് 43 പ്ലസ് 30 പ്ലസ് 35 എത്ര കിട്ടും? 83, 30, 113, 30, 148, 148 ഡിഗ്രി എന്ന് വരും ആംഗിൾ എ. ഓക്കെ, അടുത്തത് ആംഗിൾ ബി എന്ന് പറയുന്നത്. ആംഗിൾ ബി എങ്ങനെ കാണും? ആംഗിൾ ബി എന്ന് പറയുന്നത് അവിടെ ഒരു ആംഗിൾ കൂടി കിട്ടാനുണ്ട് അല്ലേ? ഇവിടെ 35ഉം 62ഉം ആണ്, ഇത് 40ആണ്. അപ്പോൾ ഇവിടെ 43 ആവുമ്പോൾ ഇവിടെയും 43 തന്നെ ആവും. അത് നമ്മൾ എഴുതിയിട്ടില്ല. ഇത് ഇതാണ് ആംഗിൾ DBC. ആംഗിൾ DBC, ആംഗിൾ DBC എന്ന് പറയുന്നത് ആംഗിൾ DACയോടും സെയിം ആണ്. അപ്പോൾ ഇത് 43 തന്നെ വരും. ഓക്കെ, അപ്പോൾ 62 പ്ലസ് 43, അപ്പോൾ ഇത് കിട്ടും 105 എന്ന് കിട്ടും. 105 ഡിഗ്രിയാണ് കോൺ ബി. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 90, 35 പ്ലസ് 62, 97 ഡിഗ്രി. ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 75 പ്ലസ് 75, 150 ഡിഗ്രി. ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു which is 75, 115 degree, and angle F is equal to 105 degree. Okay.